ഊർജ്ജതന്ത്രം മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ ജൂൾ നിയമത്തെ കുറിച്ചും വൈദ്യുതി പ്രവഹിക്കുന്ന ഒരു ചാലകത്തിൽ ഉണ്ടാകുന്ന താപത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെക്കുറിച്ചും വളരെ വ്യക്തമായി നമ്മൾ പഠിക്കുകയുണ്ടായി. ഇന്ന് നമ്മൾ വൈദ്യുത താപനോപകരണങ്ങളിൽ എങ്ങനെയാണ് താപോർജ്ജം ഉണ്ടാകുന്നത്, ആ ഭാഗത്തിൻ്റെ പ്രത്യേകത എന്താണ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന നമുക്കെല്ലാം പരിചിതമായ ഒരു വൈദ്യുത താപനോപകരണമാണ് ഇലക്ട്രിക് അയൺ, വൈദ്യുത ഇസ്തിരിപ്പെട്ടി. വസ്ത്രങ്ങൾ അയൺ ചെയ്യുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്. എല്ലാ കുട്ടികളും അത് ഉപയോഗിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന മറ്റൊരു ഉപകരണമാണ് താപനോപകരണം, ഹീറ്റിംഗ് അപ്ലയൻസ് ആണ് വാട്ടർ ഹീറ്റർ. വാട്ടർ ഹീറ്റർ ഉപയോഗിച്ച് തണുത്ത വെള്ളം ചൂടാക്കി കുളിക്കുന്നതിനും നമ്മൾ ധാരാളമായി ഉപയോഗിക്കുന്നുണ്ട്. എങ്ങനെയാണ് താപോർജ്ജം അതിൽ ഉണ്ടാകുന്നത് നമുക്ക് പരിശോധിക്കാം. ഇവ കൂടാതെ ഇമേർഷൻ ഹീറ്റർ, ഒരു ബക്കറ്റിലെ വെള്ളം ചൂടാക്കുന്നതിന് നമുക്ക് ഇമേർഷൻ ഹീറ്റർ ഉപയോഗിക്കാം. അതുപോലെ തന്നെ റൂം ഹീറ്ററുകളുണ്ട്. അതിശൈത്യം അനുഭവപ്പെടുന്ന രാജ്യങ്ങളിൽ ഹോട്ടലുകളിലും വീടുകളിലുമൊക്കെ സാധാരണയായി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് റൂം ഹീറ്റർ. ഈ റൂം ഹീറ്ററിൽ എങ്ങനെയാണ് താപോർജ്ജം ഉണ്ടാകുന്നത്? കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ നമ്മൾ സോൾഡറിംഗ് അയണിനെ കുറിച്ച് പഠിച്ചു. സോൾഡറിംഗ് അയണിൻ്റെ ഉപയോഗത്തെ കുറിച്ച് നമ്മൾ വിശദമായി പഠിക്കുകയുണ്ടായി. ഇവയെല്ലാം തന്നെ വൈദ്യുത താപന ഉപകരണങ്ങളാണ്. ഇവയിലെല്ലാം വൈദ്യുതോർജ്ജം താപോർജ്ജമായി മാറുകയാണ് ഉണ്ടാകുന്നത്. ഈ ഉപകരണങ്ങൾ വൈദ്യുത സർക്യൂട്ടുമായി നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ഇവയിൽ നിന്ന് താപോർജ്ജം ലഭിക്കുകയാണ്. ഈ ഉപകരണങ്ങളിലെ എല്ലാ ഭാഗങ്ങളിലും വൈദ്യുതോർജ്ജം താപോർജ്ജമായി മാറുന്നുമില്ല. അപ്പോൾ വൈദ്യുതോർജ്ജം താപോർജ്ജമായി മാറുന്ന ആ ഭാഗത്തിന് എന്താണ് പ്രത്യേകത നമുക്ക് പരിശോധിക്കാം. വൈദ്യുതോർജ്ജം താപോർജ്ജമായി മാറുന്ന ഈ താപന ഉപകരണങ്ങളിലെ ആ ഭാഗത്തിന് ഹീറ്റിംഗ് കോയിൽ എന്നാണ് പറയുന്നത്. ഈ ഹീറ്റിംഗ് കോയിൽ എന്ത് പദാർത്ഥം കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? സാധാരണ നമുക്കറിയാവുന്ന വൈദ്യുത ചാലകങ്ങൾ ചെമ്പ്, അലുമിനിയം, ഇരുമ്പ്, അങ്ങനെ ശുദ്ധലോഹങ്ങൾ കൊണ്ടല്ല ഈ ഹീറ്റിംഗ് കോയിൽ നിർമ്മിച്ചിരിക്കുന്നത്. ഹീറ്റിംഗ് കോയിൽ ഒരു ലോഹസങ്കരമാണ്. നിക്കൽ, ക്രോമിയം, അയൺ എന്നിവ ചേർന്ന ഒരു ലോഹ സങ്കരം, അലോയ് ആണ് ഹീറ്റിംഗ് കോയിൽ നിർമ്മിക്കാനായി നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. എന്താണ് ഈ ലോഹസങ്കരത്തിൻ്റെ പ്രത്യേകത? കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ നിക്രോം കമ്പി വൈദ്യുതി പ്രവഹിപ്പിച്ച് ചുട്ടുപഴുത്ത് നമ്മൾ കണ്ടു. അവിടെ വൈദ്യുതോർജ്ജം താപോർജ്ജമായി മാറുന്നത് നമ്മളെല്ലാം കണ്ടതാണ്. ഇതേ തത്വം തന്നെയാണ്
എല്ലാ വൈദ്യുത താപന ഉപകരണങ്ങളിലും നടക്കുന്നത്. വൈദ്യുതി പ്രവഹിക്കപ്പെടുമ്പോൾ ഹീറ്റിംഗ് കോയിലായി ഉപയോഗിച്ചിരിക്കുന്ന നിക്രോമിൽ കൂടി വൈദ്യുതി കടന്നു പോവുകയും വൈദ്യുതോർജം താപോർജമായി മാറുകയാണ് ഈ ഉപകരണങ്ങളിലെല്ലാം നടക്കുന്നത്. വൈദ്യുത ഇസ്തിരിപ്പെട്ടിയിൽ ഈ ഹീറ്റിംഗ് കോയിലിലൂടെ ഉള്ള വൈദ്യുത പ്രവാഹം നിയന്ത്രിക്കുന്നതിനായി അതിൽ ഒരു കൺട്രോൾ സ്വിച്ച് ഘടിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേക തരം വസ്ത്രങ്ങൾ അയൺ ചെയ്യുന്നതിന് നമുക്ക് താപം ക്രമീകരിക്കേണ്ടതുണ്ട്. കുട്ടികളെല്ലാം കണ്ടിട്ടുണ്ടാവും, കോട്ടൺ, സിൽക്ക്, ഊൾ എന്നെല്ലാം ആ നോബിൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ വൈദ്യുത പ്രവാഹം നിയന്ത്രിച്ചുകൊണ്ട് ഹീറ്റിംഗ് കോയിലിൽ ഉണ്ടാകുന്ന താപോർജത്തിൻ്റെ അളവിനെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. ഈ നിക്രോം എന്ന ലോഹസങ്കരത്തിന്, അലോയ്ക്ക് കുറേ സവിശേഷതകളുണ്ട്. ഇവിടെ നോക്കൂ, ഈ കാണുന്നതാണ് നിക്രോം കമ്പി. അപ്പോൾ ഈ നിക്രോം കമ്പിയെ കമ്പിച്ചുരുളുകൾ, കോയിലുകളാക്കിയൊക്കെ നമുക്ക് വൈദ്യുത താപന ഉപകരണങ്ങളിൽ ഉപയോഗിക്കാൻ സാധിക്കും. എന്തിനാ ഇതിനെ കോയിലാക്കുന്നത്? കോയിലാക്കുമ്പോൾ കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ നീളത്തിൽ നമുക്ക് ഈ നിക്രോം കമ്പി ഉറപ്പിച്ചു വയ്ക്കാൻ സാധിക്കും. 9ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്, ഒരു ചാലകത്തിൻ്റെ പ്രതിരോധം അതിൻ്റെ നീളത്തെ ആശ്രയിച്ചിരിക്കുന്നു, നേർ അനുപാതത്തിലാണ്. റെസിസ്റ്റൻസ് ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത്. ആവശ്യാനുസരണം നീളം ക്രമീകരിച്ച് നമുക്ക് താപോർജത്തിൻ്റെ അളവിനെ നിയന്ത്രിക്കാൻ സാധിക്കും. അപ്പം നിക്രോമിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ നിക്രോം കമ്പിക്ക് ഹൈ റെസിസ്റ്റിവിറ്റി, ഉയർന്ന റെസിസ്റ്റിവിറ്റി. പിന്നെ എന്താ വേറൊരു പ്രത്യേകത? ഹൈ മെൽറ്റിംഗ് പോയിന്റ്, ഉയർന്ന ദ്രവണാങ്കം. താഴ്ന്ന താപനിലയിലൊന്നും ഇത് ഉരുകി പൊട്ടിപ്പോകത്തില്ല. പിന്നെന്താണ് വേറൊരു പ്രത്യേകത? വളരെയേറെ സമയം ഇത് ചുട്ടുപഴുത്ത് ചുവന്ന നിറത്തിൽ നിൽക്കും, കത്തിക്കരിഞ്ഞു പോകാതെ. നിക്രോം വയർ has the ability to remain in red hot condition for long time without getting oxidized. ഇനിയുണ്ട് സവിശേഷത. എന്താണ് ആ സവിശേഷത? ഇതിനെ നമുക്ക് നേർത്ത കമ്പികളാക്കാൻ സാധിക്കും. താരതമ്യേന ഡക്റ്റിലിറ്റി ഉള്ള ഒരു അലോയിയാണ് നിക്രോം. ഇക്കാരണങ്ങൾ കൊണ്ടാണ് ഈ നിക്രോം കമ്പി വൈദ്യുത താപനോപകരണങ്ങളിൽ ഹീറ്റിംഗ് കോയിലായി നമ്മൾ ഉപയോഗിക്കുന്നത്. കൂടുതൽ വൈദ്യുത താപന ഉപകരണങ്ങൾ ആർക്കെങ്കിലും പറയാമോ? ഞാനിപ്പോൾ ഏതാണ്ട് 5ഓളം വൈദ്യുത താപന ഉപകരണങ്ങൾ, നമുക്ക് പരിചിതമായ ഉപകരണങ്ങൾ പറയുകയുണ്ടായി. ഇനി ആർക്കെങ്കിലും പറയാമോ? അതെ, ഇൻഡക്ഷൻ കുക്കർ. ഇൻഡക്ഷൻ കുക്കറിന് ഒരു പ്രത്യേകതയുണ്ട്. മറ്റ് വൈദ്യുത താപന ഉപകരണങ്ങളെ അപേക്ഷിച്ച് ഇൻഡക്ഷൻ കുക്കറിൻ്റെ പ്രത്യേകത എന്താണ്? ഇൻഡക്ഷൻ കുക്കറിൽ ഹീറ്റിംഗ് കോയിൽ ഇല്ല. പിന്നെ എങ്ങനെയാണ് അതിൽ താപോർജ്ജം ഉണ്ടാകുന്നത്? ഇൻഡക്ഷൻ കുക്കറിൽ എഡ്ഡി കറണ്ട് ഉപയോഗിച്ചാണ് താപോർജ്ജം ഉണ്ടാകുന്നത്. ഇക്കാര്യത്തെക്കുറിച്ച് വളരെ വിശദമായി ഉയർന്ന ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാം. അതുപോലെ തന്നെ മറ്റൊരു ഹീറ്റിംഗ് കോയിൽ ഇല്ലാതെ പ്രവർത്തിക്കുന്ന താപോർജ്ജം ഉണ്ടാക്കുന്ന മറ്റൊരു ഉപകരണമാണ് മൈക്രോവേവ് അവൻ. ഈ മൈക്രോവേവ് അവനിൽ
താപോർജ്ജം ഉണ്ടാകുന്നത് മൈക്രോവേവ്സ് ഉപയോഗിച്ചിട്ടാണ്. ഇക്കാര്യത്തെക്കുറിച്ചും വളരെ വ്യക്തമായി നമുക്ക് ഉയർന്ന ക്ലാസ്സിൽ പഠിക്കാവുന്നതാണ്. അപ്പോൾ ഹീറ്റിംഗ് അപ്ലയൻസസിൽ, വൈദ്യുത താപന ഉപകരണങ്ങളിൽ ഹീറ്റിംഗ് കോയിലായി ഉപയോഗിക്കുന്നത് നിക്രോമാണ്. നിക്രോമിൻ്റെ സവിശേഷതകളെല്ലാം നമ്മൾ കേട്ടു. ഒന്നുകൂടി പറയുകയാണ്. ഉയർന്ന റെസിസ്റ്റിവിറ്റി, ഉയർന്ന ദ്രവണാങ്കം ഹൈ മെൽറ്റിംഗ് പോയിന്റ്, റിമൈൻസ് റെഡ് ഹോട്ട് ഫോർ ലോങ് ടൈം വിത്തൗട്ട് ഗെറ്റിംഗ് ഓക്സിഡൈസ്ഡ്, വളരെയേറെ സമയം ചുട്ടുപഴുത്ത് ചുവന്ന നിറത്തിൽ നിൽക്കാനുള്ള കഴിവ്, കത്തിക്കരിഞ്ഞു പോകാതെ നിലനിൽക്കാനുള്ള കഴിവുണ്ട്. അതുപോലെ തന്നെ നേർത്ത കമ്പികളാക്കി മാറ്റാനുള്ള കഴിവുണ്ട്. ആ കഴിവിന് നമ്മൾ ഡക്റ്റിലിറ്റി എന്നാണ് പറയുക. അപ്പോൾ തുടങ്ങിയ കാര്യങ്ങൾ എല്ലാ കുട്ടികളും പഠിക്കുക. നിങ്ങളുടെ സയൻസ് ഡയറിയിൽ രേഖപ്പെടുത്തലുകൾ നടത്തുക. നമുക്കെല്ലാം പരിചിതമായ മറ്റൊരു വൈദ്യുത താപനോപകരണമാണ് സുരക്ഷാ ഫ്യൂസ്. അപ്പോൾ നമ്മുടെ ഭവനങ്ങളെയും വൈദ്യുത ഉപകരണങ്ങളെയും വൈദ്യുത ഉപകരണങ്ങളിൽ സ്പർശിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന വ്യക്തികളെയും അമിത വൈദ്യുത പ്രവാഹത്തിൽ നിന്നും അമിത വൈദ്യുത പ്രവാഹം മുഖേന ഉണ്ടാകുന്ന ആഘാതങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് സുരക്ഷാ ഫ്യൂസ്. സുരക്ഷാ ഫ്യൂസ്. ബൾബ് പ്രകാശിക്കുന്നത് കണ്ടില്ലേ? എക്സ്, വൈ എന്നീ ബിന്ദുക്കൾ ചേർത്ത് ഒരു കോപ്പർ വയർ വെച്ചപ്പോൾ അത് ബൾബിന് സമാന്തരമായി പ്രതിരോധം വളരെ കുറഞ്ഞ ഒരു പാത കറണ്ടിന് നൽകി. ഇപ്പോൾ ബൾബിൽ കൂടി കറണ്ട് ഒഴുകുന്നില്ല. സർക്യൂട്ടിലെ പ്രതിരോധം കുറഞ്ഞതിനാൽ കറണ്ട് വളരെ കൂടി കണക്റ്റിംഗ് വയർ ചൂടാകും. ഇത് തീപിടുത്തം വരെ ഉണ്ടാക്കിയേക്കാം. ഇതാണ് ഷോർട്ട് സർക്യൂട്ടിംഗ്. ഇവിടെ കാണുന്നതുപോലെ മൾട്ടിപിൻ സോക്കറ്റുകൾ ഉപയോഗിച്ചോ മറ്റു രീതിയിലോ ക്രമത്തിലധികം ഉപകരണങ്ങൾ സർക്യൂട്ടിൽ ഘടിപ്പിച്ചാൽ കറണ്ട് ക്രമാതീതമായി കൂടും. ഇവിടെ സർക്യൂട്ടിൽ ഒരു ഫ്യൂസ് വയർ കൂടി ഘടിപ്പിക്കുന്നു. ടിൻ, ലെഡ് എന്നിവയുടെ സങ്കരമാണിത്. ഇതിന് ദ്രവണാങ്കം കുറവാണ്. സർക്യൂട്ടിൽ ഷോർട്ട് സർക്യൂട്ട് സംഭവിച്ചപ്പോൾ ഫ്യൂസ് വയർ ഉരുകി സർക്യൂട്ട് വിഘടിക്കുന്നു. ഇനി കറണ്ട് നിലച്ചതിനാൽ അപകടമില്ല. ഓവർലോഡിംഗ് സംഭവിച്ചാലും ഫ്യൂസ് വയർ ഉരുകി പൊട്ടി സുരക്ഷ ഉറപ്പാക്കും. സുരക്ഷാ ഫ്യൂസിൻ്റെ പ്രധാന ഭാഗം എന്ന് പറയുന്നത് ഒരു ഫ്യൂസ് വയറാണ്. കാണാമല്ലോ, ഫ്യൂസ് വയർ. ഫ്യൂസ് വയർ ഒരു അലോയിയാണ്, ലോഹസങ്കരം. ടിൻ, ലെഡ് എന്നിങ്ങനെ രണ്ട് ലോഹങ്ങൾ ചേർന്ന ഒരു അലോയിയാണ് ഏതാ? ഫ്യൂസ് വയർ. അപ്പോൾ ഈ ഫ്യൂസ് വയറിന് ചില പ്രത്യേകതകളുണ്ട്. താഴ്ന്ന ദ്രവണാങ്കമാണുള്ളത്, അതായത് ലോ മെൽറ്റിംഗ് പോയിന്റ്. അപ്പോൾ ഈ ഫ്യൂസ് വയർ എങ്ങനെയാണ് വൈദ്യുത സർക്യൂട്ടുകളെയും ഉപകരണങ്ങളെയും അമിതമായ വൈദ്യുത പ്രവാഹത്തിൽ നിന്ന് സംരക്ഷിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. എപ്പോഴൊക്കെയാണ് സർക്യൂട്ടുകളിൽ വൈദ്യുതി അമിതമായി പ്രവഹിക്കുന്നത്? സാധാരണയായി രണ്ട് സന്ദർഭങ്ങളിലാണ് വൈദ്യുത സർക്യൂട്ടുകളിൽ അമിത വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്നത്. ഒന്നാമത്തേത് ഷോർട്ട് സർക്യൂട്ട്. എന്താണ് ഈ ഷോർട്ട് സർക്യൂട്ട്? സാധാരണ നമ്മളെല്ലാം കേട്ടിട്ടുള്ള നമുക്ക് പരിചിതമായ ഒരു പദമാണ് ഷോർട്ട് സർക്യൂട്ട്. രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് പ്രധാനമായും ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകുന്നത്. ഒന്ന്, ഇൻസുലേഷൻ തകരാർ.
നമ്മുടെ ഭവനങ്ങളിലേക്കും ഉപകരണങ്ങളിലേക്കും വൈദ്യുതി പ്രവഹിക്കുന്ന ചാലകങ്ങളുടെ ഇൻസുലേഷൻ, പ്ലാസ്റ്റിക് കവറിങ് നമ്മളെല്ലാം കണ്ടിട്ടുണ്ട്. ആ കവറിങ്ങിന് എന്തെങ്കിലും കേടുപറ്റി ഫേസും ന്യൂട്രലും അല്ലെങ്കിൽ രണ്ട് ഫേസ് ലൈനുകൾ തമ്മിലോ കോണ്ടാക്റ്റ് വരുന്ന സമയത്ത് സർക്യൂട്ടിലൂടെ അമിതമായി വൈദ്യുത പ്രവാഹം ഉണ്ടാകും. അപ്പോൾ ഈ ഷോർട്ട് സർക്യൂട്ടിൽ നിന്ന് നമ്മുടെ സർക്യൂട്ട് സംരക്ഷിക്കപ്പെടണം. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? അമിത വൈദ്യുത പ്രവാഹം ഉണ്ടാകുമ്പോൾ സർക്യൂട്ട് ബ്രേക്ക് ആവണം, വൈദ്യുത പ്രവാഹം നിലയ്ക്കണം. അതിനു വേണ്ടിയാണ് നമ്മൾ സുരക്ഷാ ഫ്യൂസ് ഉപയോഗിക്കുന്നത്. എങ്ങനെയാണ് ഈ ഫ്യൂസ് അമിത വൈദ്യുത പ്രവാഹത്തിൽ നിന്ന് സർക്യൂട്ടിനെ സംരക്ഷിക്കുന്നതെന്ന് നമുക്ക് ചർച്ച ചെയ്യാം. അതിനു മുമ്പ് മറ്റൊരു രീതിയിൽ കൂടി സർക്യൂട്ടിൽ അമിതമായി വൈദ്യുത പ്രവാഹം ഉണ്ടാകാറുണ്ട്. നിങ്ങൾ മൾട്ടി പിൻ കണ്ടിട്ടുണ്ടോ? നമ്മുടെ സ്വിച്ച് ബോർഡിലെ ഒരൊറ്റ പ്ലഗ് പോയിന്റിൽ നിന്നും മൾട്ടി പിൻ ഉപയോഗിച്ച് നമുക്ക് ധാരാളം ഉപകരണങ്ങൾ കണക്ട് ചെയ്യാൻ സാധിക്കും, ഈ ദൃശ്യത്തിൽ കാണുന്നത് പോലെ. അപ്പോൾ എന്താ സംഭവിക്കുക? എല്ലാ ഉപകരണങ്ങൾക്കും വൈദ്യുതി വേണം. അപ്പോൾ സർക്യൂട്ടിലൂടെ അമിതമായ വൈദ്യുത പ്രവാഹം ഉണ്ടാകും. ആ സന്ദർഭത്തിലും സർക്യൂട്ട് ബ്രേക്കായി വൈദ്യുത പ്രവാഹം നിലയ്ക്കണം. അതിനുവേണ്ടി നമുക്ക് ഈ സുരക്ഷാ ഫ്യൂസ് ഉപയോഗിക്കാം. ആദ്യം ഞാൻ പറഞ്ഞു ഷോർട്ട് സർക്യൂട്ട്. ഈ ഷോർട്ട് സർക്യൂട്ട് എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളത് നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം. എൻ്റെ കയ്യിൽ ഒരു ബൾബും ഒരു ഹോൾഡറും ഒരു 2 പിന്നും ഒരല്പം വയറും ഉണ്ട്. നമുക്കെല്ലാം തന്നെ ഈ ബൾബ്, ഈ പിന്നും വയറും ഹോൾഡറും ഉപയോഗിച്ച് പ്രകാശിപ്പിക്കാൻ അറിയാം. നമ്മൾ അങ്ങനെ ഒരു സർക്യൂട്ട് ഉണ്ടാക്കി. അപ്പോൾ ഇവിടെ ഈ ബൾബ് കത്തുന്നത് 200 വോൾട്ടിലാണ്. ബൾബ് പ്രകാശിക്കുന്നത് 200 വോൾട്ടിലാണെന്ന് വിചാരിക്കുക. ഈ ബൾബിൻ്റെ ഫിലമെൻറ്റിൻ്റെ പ്രതിരോധം ഒരു 100 ഓം ആണെന്ന് സങ്കല്പിക്കുക. അപ്പോൾ ബൾബ് പ്രകാശിക്കണമെങ്കിൽ നമ്മൾ 200 വോൾട്ട് അപ്ലൈ ചെയ്യണം. ബൾബിൻ്റെ പ്രതിരോധം 100 ഓം. അങ്ങനെയാണെങ്കിൽ ഈ ബൾബിലൂടെ പ്രവഹിക്കുന്ന കറണ്ടിൻ്റെ അളവ് എത്രയായിരിക്കും? ഓം നിയമം അനുസരിച്ച് V സമം I ഇൻറ്റു R. അപ്പോൾ I സമം V ബൈ R. ഇവിടെ V എത്രയാണ്? 200 വോൾട്ട്. പ്രതിരോധം എത്രയാണ്? R 100 ഓം. അപ്പോൾ 200 ബൈ 100 ഈക്വൽ ടു 2 ആംപിയർ. ഇവിടെ ബൾബിലൂടെ പ്രവഹിക്കുന്ന കറണ്ടിൻ്റെ അളവ് 2 ആംപിയർ. ഇനി നോക്കൂ, ഞാൻ വേറൊരു ചാലക കമ്പി എടുത്ത് ഈ ബൾബിൻ്റെ 2 ടെർമിനലുകൾക്ക് ഇടയിലായി കണക്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ എന്താ സംഭവിക്കുക? ബൾബ് പ്രകാശിക്കുന്നത് എന്താണെന്ന് നമുക്കറിയാം. ബൾബിൽ ഒരു ഫിലമെൻ്റ് ഉണ്ട്. ആ ഫിലമെൻ്റ് ടങ്സ്റ്റൺ എന്ന മെറ്റൽ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ടങ്സ്റ്റണിന് ഉയർന്ന റെസിസ്റ്റിവിറ്റി ഉണ്ട്. വൈദ്യുതി കടന്നു പോകുമ്പോൾ അത് ചുട്ടുപഴുത്ത് പ്രകാശോർജം പുറപ്പെടുവിക്കുന്നു. തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഈ ബൾബിൻ്റെ ടെർമിനലുകൾക്കിടയിലായി ഒരു ചാലക കമ്പി കണക്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക?
ഈ കറണ്ടിനും നമ്മുടെ ഒരു ചെറിയ സ്വഭാവമുണ്ട്. എന്താണത്? നമ്മളെന്താ ചെയ്യുക? നമുക്കൊരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകണം. നമ്മൾ എളുപ്പ വഴി നോക്കും. അതുപോലെ തന്നെ കറണ്ട് ഈ ടങ്സ്റ്റൺ ഫിലമെൻറ്റിലൂടെ പ്രയാസപ്പെട്ട് വരുന്നതിന് പകരം ഈ ചാലക കമ്പിയിലൂടെ പോകും. അന്നേരം എന്താണ് സംഭവിക്കുന്നത്? ഈ ചാലക കമ്പിയുടെ പ്രതിരോധം ഒരു 5 ഓം എന്ന് നമുക്ക് സങ്കല്പിക്കാം. ടങ്സ്റ്റൺ ഫിലമെൻറ്റിൻ്റെ പ്രതിരോധം 100 ഓം ആയിരുന്നു. ഇവിടെ ഈ ചാലക കമ്പിയുടെ പ്രതിരോധം വെറും 5 ഓം. അപ്പോൾ നമുക്ക് സർക്യൂട്ടിലെ കറണ്ട് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. V സമം I ഇൻറ്റു ആർ, I സമം V/R. അതായത് 200/200 V ഭാഗം 5 ഓം സമം 40 ആംപിയർ, 40 ആംപിയർ. അപ്പോൾ കുട്ടികൾക്ക് മനസ്സിലായോ എങ്ങനെയാണ് ഒരു ഷോർട്ട് സർക്യൂട്ട് അമിതമായ വൈദ്യുത പ്രവാഹത്തിന് ഇടയാക്കിയതെന്ന്? ഇവിടെ 2 ആംപിയറിൽ നിന്ന് ഒരു ചാലക കമ്പി കണക്ട് ചെയ്തപ്പോൾ 40 ആംപിയറിലേക്ക് വൈദ്യുത പ്രവാഹം കുതിച്ചുയർന്നു. എന്താ സംഭവിക്കുക? സർക്യൂട്ടിന് കേടുപാടുകൾ സംഭവിക്കും. അപ്പോൾ ഇതിൽ നിന്ന് സംരക്ഷിക്കാനാണ് നമ്മൾ സുരക്ഷാ ഫ്യൂസ് ഉപയോഗിക്കുന്നത്. ആ സുരക്ഷാ ഫ്യൂസിൽ 2 ഭാഗങ്ങളാണ് പ്രധാനമായിട്ടും ഉള്ളത്. ഇത് പോഴ്സലൈൻ എന്ന ഒരു വസ്തു കൊണ്ടാണ് ഈ സുരക്ഷാ ഫ്യൂസ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന് പോഴ്സലൈൻ സോക്കറ്റ് എന്നാണ് പറയുക. സ്വിച്ച് ബോർഡിൽ അല്ലെങ്കിൽ വൈദ്യുത ബോർഡിൽ നമ്മൾ ഈ സോക്കറ്റ് ഉറപ്പിച്ച് വെക്കും. ഈ സോക്കറ്റിൽ 2 ടെർമിനൽസ് ഉണ്ട്. ഈ കാണുന്നത് പോലെ 2 ടെർമിനൽസ്. സാധാരണയായി ഈ പോഴ്സലൈൻ സോക്കറ്റ് നമ്മൾ ഫേസ് ലൈനിലാണ് കണക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ നോക്കൂ, സർക്യൂട്ട് ബ്രേക്ക് ആയിരിക്കുകയാണ്. ഫേസ് ലൈൻ ഇവിടെ താഴെ വരെ മാത്രമേ ഉള്ളൂ. ഇവിടെ ഈ സർക്യൂട്ട് നമ്മൾ കണ്ടിന്യൂസ് ആക്കണം, പൂർത്തീകരിക്കണം. അതിനുവേണ്ടി നമ്മൾ ഫ്യൂസ് കാരിയർ, പോഴ്സലൈൻ എന്ന വസ്തു കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഫ്യൂസ് കാരിയർ ഉപയോഗിക്കും. ഫ്യൂസ് കാരിയറിലും 2 ടെർമിനൽസ് ഉണ്ട്. ഈ 2 ടെർമിനൽസിനിടയിലായിട്ടാണ് ഫ്യൂസ് വയർ കണക്ട് ചെയ്യുന്നത്. ഈ ഫ്യൂസ് കാരിയർ സോക്കറ്റിൽ ഇങ്ങനെ ഉറപ്പിക്കുമ്പോൾ, സോക്കറ്റിൽ ഈ രീതിയിൽ നമ്മൾ ഉറപ്പിക്കുമ്പോൾ സർക്യൂട്ട് പൂർത്തിയാവുന്നു. സർക്യൂട്ട് പൂർത്തിയാവുകയും വൈദ്യുതി പ്രവഹിക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ എപ്പോഴെങ്കിലും അമിതമായ വൈദ്യുത പ്രവാഹം സർക്യൂട്ടിൽ ഉണ്ടാകുന്ന സമയത്ത് എന്താണ് സംഭവിക്കുക? ഈ ഫ്യൂസ് വയർ ചുട്ടുപഴുക്കുകയും ദ്രവണാങ്കം മെൽറ്റിംഗ് പോയിന്റ് കുറവായതുകൊണ്ട് അത് ഉരുകി പൊട്ടുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ സർക്യൂട്ട് സംരക്ഷിക്കപ്പെടും. അപ്പോൾ അവിടെ ഒരു സംശയം സ്വാഭാവികമായിട്ടും ഉണ്ടാവാം. എല്ലായ്പ്പോഴും ഈ ഫ്യൂസ് വയറിലൂടെ വൈദ്യുതി പ്രവഹിക്കുന്നുണ്ടല്ലോ, അപ്പോഴൊക്കെ താപോർജ്ജം ഉണ്ടാവുന്നുണ്ടല്ലോ, പിന്നെ എന്താണ് ഈ ഫ്യൂസ് വയർ പൊട്ടിപ്പോകാത്തത്? വൈദ്യുതോർജ്ജം ഫ്യൂസ് വയറിലൂടെ കടന്നു പോകുന്ന സമയത്തെല്ലാം ഇതിൽ താപോർജ്ജം ഉണ്ടാകും. അവിടെ 1 സെക്കൻഡിൽ യൂണിറ്റ് സമയത്തിൽ ഉണ്ടാകുന്ന താപോർജ്ജം അതേ സമയം തന്നെ പ്രേഷണം ചെയ്ത് ഇല്ലാതായി പോവുകയാണ്. ഇപ്പോൾ ഫ്യൂസ് വയർ കണക്ട് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് ഈ ഫ്യൂസ് വയറിൻ്റെ അഗ്രങ്ങൾ പുറത്തേക്ക് നിൽക്കാൻ പാടില്ല. ഇത് ദൃഢമായി ഉറപ്പിക്കണം. അനുയോജ്യമായ ആംപേറേജുള്ള ഫ്യൂസ് വയർ നമ്മൾ ഉപയോഗിക്കണം.
എന്താണ് ഈ ആംപിയറേജ്? ഒരു ഉപകരണത്തിൻ്റെ പവറിനെ അതിന് നൽകുന്ന വോൾട്ടേജ് കൊണ്ട് ഭാഗിക്കുമ്പോൾ കിട്ടുന്നതാണ് ആംപിയറേജ്. ഓരോ ഉപകരണങ്ങൾക്കും വ്യത്യസ്ത അളവിലുള്ള വൈദ്യുതിയാണ് ആവശ്യം. അപ്പോൾ അതിന് അനുസൃതമായ ഫ്യൂസ് വയർ നമ്മൾ ഉപയോഗിക്കണം. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം വ്യക്തമായി മനസ്സിലായല്ലോ. കഴിഞ്ഞ ക്ലാസ്സിൽ ജൂൾ നിയമത്തെ സംബന്ധിച്ച് ഒരു ടേബിൾ ഫിൽ ചെയ്യാനായി അസൈൻമെൻറ്റ് നൽകിയിരുന്നു. ആ അസൈൻമെൻറ്റ് എല്ലാ കുട്ടികളും ചെയ്തിട്ടുണ്ട് എന്ന് കരുതുന്നു. അതിൻ്റെ ശരിയായ ഉത്തരം ഇതാണ്. സയൻസ് ഡയറിയിൽ ആവശ്യമായ രേഖപ്പെടുത്തലുകൾ വരുത്തുക. അതുപോലെ തന്നെ നമ്മൾ ഈ സുരക്ഷാ ഫ്യൂസിന് പകരം ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു തരം ചെറിയ ഫ്യൂസാണ് കാട്രിഡ്ജ് ഫ്യൂസ്. കാട്രിഡ്ജ് ഫ്യൂസ് പല ആംപിയറേജുകളിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. നിങ്ങളെല്ലാവരും തന്നെ ഈ കാട്രിഡ്ജ് ഫ്യൂസുകൾ പരിശോധിക്കുകയും ഏതൊക്കെ ഉപകരണങ്ങളിലാണ് എത്ര ആംപിയറേജിലുള്ള കാട്രിഡ്ജ് ഫ്യൂസ് ഉപയോഗിക്കുന്നത് എന്നും കണ്ടെത്തുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഈ യൂണിറ്റിലെ മറ്റ് കാര്യങ്ങളുമായി തുടരാം.